നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. പക്ഷെ എന്താ ചെയ്യാ? നമ്മുടെ വീട്ടിലുള്ള ആർക്കും അത് ബോധ്യപ്പെടില്ലല്ലോ. ഈ അമ്മ ഒറ്റയടിക്ക് കയറി തിരിഞ്ഞതാണ് വലിയ പണിയായത്. അമ്മയുടെ അനുവാദമില്ലാതെ കമ്പനിയിൽ നിന്ന് 5 പൈസ എടുക്കാനാവില്ല. മൊത്തത്തിൽ ബ്ലോക്കായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേറെ ഏതെങ്കിലും പ്രോജക്റ്റിൽ നിന്നും മറിക്കാൻ പറ്റില്ലേ? പറ്റില്ല നിധി. എല്ലാത്തിനും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാ അപ്രൂവലും വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ലാൻഡ് വാങ്ങാൻ പറ്റുമോ? ഒന്നും നടക്കില്ല. വസുന്ധരാമയ്ക്ക് ഇത് എന്ത് പറ്റിയെന്നാ മനസ്സിലാവാത്തത്? കുഴപ്പം ആന്റിയുടേത് മാത്രമല്ല, ആന്റിയുടെ മനസ്സ് മാറ്റി എടുക്കുന്നതാണ് ശിവാനി. അവരുടെ കോഫി ഷോപ്പ് ബിസിനസിന് തടസ്സം പറഞ്ഞതിന്റെ പക തീർക്കുകയാണ്. അവളുടെ സ്വഭാവം ആന്റിക്കും അറിയാം. അതെങ്കിലും ആന്റി മനസ്സിലാക്കണ്ടേ? ശരി, വെറുതെ പട്ടിണി കിടക്കണ്ട. വാ, ഗൗതം വന്ന് എന്തെങ്കിലും കഴിക്കേ. എനിക്ക് കഴിക്കാൻ പറ്റില്ല നിധി. എന്റെ മനസ്സിൽ ഞാൻ കെട്ടിവെച്ചിരുന്ന പ്രതീക്ഷകളുടെ കൊട്ടാരമാണ് ഒറ്റയടിക്ക് തകർന്നു വീണത്. ആ 100 ഏക്കർ ഭൂമി വാങ്ങുന്നതും അത് ഡിവൈഡ് ചെയ്ത് അതിൽ റോഡുകളും പാർക്കും ബിൽഡിങ്ങുകളും ഒക്കെ ചെയ്യുന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്കറിയോ, അസാധ്യ ഐഡിയ ആയിരുന്നു. മൊത്തം 3 എൻട്രൻസ്, പിന്നെ ഒരു ഓഡിറ്റോറിയം, സ്കൂളുകൾ, പിന്നെ ഒരു മിനി ഷോപ്പിംഗ് മാൾ, ഒരു ഹോസ്പിറ്റൽ. അങ്ങനെ ഒരു ഹൈടെക് തോട്ടായിരുന്നു. പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക ഞാൻ. ഒരു വഴിയും തെളിഞ്ഞു വരുന്നതുമില്ല. ഈ പ്രോജക്റ്റ് തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ളൊരു ടെൻഷനില്ല ഞാൻ. അതെ, ഇതൊരു ഉഗ്രം പ്രോജക്റ്റാ. ഗൗതം വിചാരിച്ച ഇത് നടത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്താ നിധി പറയുന്നത്? ചെറിയ മോണ്ടല്ലോ. ആ ഭൂമി വാങ്ങിക്കണമെങ്കിൽ തന്നെ എത്ര കോടി വേണമെന്നറിയോ?